ഹലോ ഗായ്സ്, എല്ലാവർക്കും സഫീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ വീട്ടിലുള്ള ഒരു നാടൻ പശു ബ്രീഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പശുവിൻ്റെ ബ്രീഡ് നെയിം ഗീർ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാമാണ് പറഞ്ഞത്. അപ്പോൾ ഗീർ പശുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരൊരു A2 മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പശുവാണ്. ഇന്ത്യയുടെ പാൽക്കാരി എന്നറിയപ്പെടുന്ന ഒരു ബ്രീഡാണ് എന്ത് ഗീർ. കാരണം നാടൻ പശുക്കൾ, അതായത് A2 മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നാടൻ പശുക്കളിൽ ഏറ്റവും കൂടുതൽ പാല് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പാല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇനമാണ് എന്ത് ഗീർ പശുക്കൾ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗീർ പശു ഒരു 2.5 വയസ്സ് പ്രായമുള്ളൊരു പശുക്കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ വീഡിയോയും എല്ലാമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോ കാണാം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഗീർ പശുക്കളെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് അവരുടെ താഴത്തോട്ട് തൂങ്ങിയാടിയ ചെവിയും ആ കണ്ണുകളും എല്ലാമാണ്. പിന്നെ നാടൻ പശുക്കളുടെ എല്ലാവർക്കിടെയും ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് മുതുകിനുള്ള ആ പൂഞ്ഞ. അതായത് കാളകൾക്ക്, പണ്ട് കാലത്ത് നമ്മൾ കാളകൾക്കെല്ലാം കാണുന്നില്ലേ, കാളകൾക്കെല്ലാം കാണുന്ന പോലുള്ള ഹമ്പാണ് നാടൻ പശുക്കളുടെ എല്ലാവർക്കും ഐഡൻറ്റിഫിക്കേഷൻ. അത്തരം ഹമ്പുള്ള പശുക്കളെയാണ് നമ്മൾ A2 മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡോജീനിയസ് കൗസ് എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് ഗീർ പശുവിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഈ കാണുന്ന പൂഞ്ഞ, നല്ല ഇറക്കമുള്ള വാല്, ഇറങ്ങി താഴത്തോട്ട് തൂങ്ങിയാടിയിരിക്കുന്ന ചെവി, പിന്നെ കണ്ണും തലയെല്ലാം മസ്തകം മാതിരി വിരിഞ്ഞിരിക്കുന്ന തലയും തലയുടെ കൊമ്പുകൾ എപ്പോഴും മുകളിൽ നിന്ന് താഴത്തോട്ടുള്ള കൊമ്പായിരിക്കും. ആ കൊമ്പും ചെവിയും എല്ലാം കണ്ണുകളും എല്ലാമാണ് ഗീർ പശുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ.